ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടന്ന തീപിടുത്തം മുതൽ ക്യുസാറ്റ് ദുരന്തം വരെ കേരളക്കരയെ കണ്ണീരിലാഴ്ത്തിയ സുപ്രധാന സംഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമസ്കാരം, ഞാൻ കൃഷ്ണേന്ദു. കേരളത്തിന് സംഭവബഹുലമായ ഒരു വർഷമാണ് കടന്നു പോകുന്നത്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീപിടുത്തം മുതൽ ക്യുസാറ്റ് ദുരന്തം വരെ കേരളക്കരയെ ഞെട്ടിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത നിരവധി ദുരന്തങ്ങൾ. ഇതുവരെ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളും ദുരൂഹതകളും ഈ ദുരന്തങ്ങൾക്ക് പിന്നിലുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുന്നതാവട്ടെ പുതുവർഷമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തം ദിവസങ്ങളോളം കൊച്ചിയെയും പരിസര പ്രദേശങ്ങളെയും വിഷപ്പുകയിൽ ശ്വാസം മുട്ടിച്ച സംഭവമായിരുന്നു മാർച്ച് 2-നുണ്ടായ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം. സംസ്ഥാനത്തിന്റെ കാര്യക്ഷമമല്ലാത്ത ഖരമാലിന്യ സംസ്കരണ രീതികളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന സംഭവമായിരുന്നു ഇത്. 23 ഫയർ യൂണിറ്റുകളും 32 എക്സ്കവേറ്റർ JCBകളും 3 ഹൈ പ്രഷർ പമ്പുകളും ഉൾപ്പെടെ വലിയ സന്നാഹങ്ങൾ ഉപയോഗിച്ച് ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രയത്നത്തിലൊടുവിലാണ് പുക നിയന്ത്രണ വിധേയമാക്കിയത്. അഗ്നിശമന സേനാംഗങ്ങൾ, എക്സ്കവേറ്റർ ഓപ്പറേറ്റർമാർ, നേവി ഉദ്യോഗസ്ഥർ, സിയാലിലെയും BPCLലെയും ജീവനക്കാർ, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, കൊച്ചി കോർപ്പറേഷൻ ജീവനക്കാർ, ഹോം ഗാർഡുകൾ എന്നിവരാണ് തീ അണയ്ക്കാനുള്ള തീവ്രയജ്ഞത്തിൽ പങ്കാളികളായിരുന്നത്. അടുത്തത് ഏലത്തൂർ ട്രെയിൻ തീവയ്പ്. ഏപ്രിൽ 2-ന് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ കോഴിക്കോട് ഏലത്തൂരിനടുത്ത് വെച്ച് D1 കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന ഡൽഹി സ്വദേശി ഷാരൂഖ് സെയ്ഫി എന്ന 27-കാരൻ യാത്രക്കാർക്ക് നേരെ ആക്രമണം നടത്തി. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയായിരുന്നു പ്രതിയുടെ അതിക്രമം. 2 വയസ്സുകാരി ഉൾപ്പെടെ 3 പേരെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 8 യാത്രക്കാർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. സംഭവശേഷം പ്രതിയെ പിന്നീട് രത്നഗിരിയിൽ നിന്ന് മഹാരാഷ്ട്ര ATS പിടികൂടി കേരള പോലീസിന് കൈമാറിയിരുന്നു. 3 പേരുടെ മരണത്തിനും 8 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കാനും ഇടയായ ട്രെയിൻ തീവയ്പ് കേസിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടെന്ന സംശയം ബലപ്പെട്ടതോടെയാണ് കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയത്. അടുത്തത് താനൂർ ബോട്ട് അപകടം. മെയ് 7-ന് മലപ്പുറം താനൂർ തൂവൽ തീരത്ത് പൂരപ്പുഴയിൽ അറ്റ്ലാന്റിക് എന്ന യാത്രാ ബോട്ട് മുങ്ങി 22 പേരാണ് മരിച്ചത്. ഇരുനിലയുള്ള ബോട്ടിലെ 2 തട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു. കരയിൽ നിന്ന് 300 മീറ്റർ മാത്രം ദൂരത്തുള്ളപ്പോൾ വലതുവശത്തേക്ക് ചരിഞ്ഞ ബോട്ട് തലകീഴായി മറിയുകയായിരുന്നു. 37 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. 10 പേരെ രക്ഷപ്പെടുത്തി. 5 പേർ അപകടത്തിന് പിന്നാലെ നീന്തി രക്ഷപ്പെട്ടു. ബോട്ടിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം സഞ്ചാരികൾ കയറിയതാണ് അപകട കാരണമായി പറയുന്നത്. ബോട്ട് ദുരന്തത്തിൽ അറസ്റ്റിലായ 2 തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. അവർ മത്സ്യബന്ധന ബോട്ട് രൂപമാറ്റം വരുത്തി ഉല്ലാസ ബോട്ടാക്കി മാറ്റുന്നതിൽ വഴിവിട്ട് സഹായം ചെയ്തതാണെന്നാണ് കണ്ടെത്തൽ. അടുത്തത് കളമശ്ശേരി സ്ഫോടനം. ഒക്ടോബർ 9-ന് കളമശ്ശേരി കൺവെൻഷൻ സെന്ററിൽ നടന്ന സ്ഫോടനത്തിൽ 8 പേർ മരിക്കുകയും 52 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. രാവിലെ 9:30-യോടെയാണ് കളമശ്ശേരി സാമ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ കൺവെൻഷനിടെ സ്ഫോടനമുണ്ടായത്. പ്രാർത്ഥന തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ തന്നെ സ്ഫോടനം നടക്കുകയായിരുന്നു. സംഭവം നടന്ന അന്നു തന്നെ പ്രതി ഡൊമിനിക് മാർട്ടിൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരുന്നു. സംഭവത്തിൽ ഇയാളെ മാത്രമാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. മാർട്ടിൻ നിലവിൽ റിമാൻഡിലാണ്. സ്ഫോടനത്തിന് ഉപയോഗിച്ച 4 റിമോട്ടുകളും കണ്ടെത്തിയിരുന്നു. യഹോവ സാക്ഷികളുടെ ഇടയിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളാണ് സ്ഫോടനത്തിലേക്ക് പ്രതിയെ നയിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾക്ക് ഇപ്പോഴും വ്യക്തതയില്ല. കളമശ്ശേരി കൊച്ചി ക്യുസാറ്റ് ക്യാമ്പസിൽ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി നവംബർ 25-ന് സംഘടിപ്പിച്ച സംഗീത പരിപാടിക്കിടെയുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം 4 പേരാണ് മരിച്ചത്. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ 2ാം സെമസ്റ്റർ വിദ്യാർത്ഥി കൂത്താട്ടുകുളം സ്വദേശി അതുൽ തമ്പി, നോർത്ത് പറവൂർ സ്വദേശിനി ആൻ, കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനി സാറ തോമസ്, പാലക്കാട് മുണ്ടൂർ സ്വദേശി ആൽവിൻ ജോസഫ് എന്നിവർക്ക് ജീവൻ നഷ്ടമായി. ക്യുസാറ്റിലെ വിദ്യാർത്ഥികൾക്കൊപ്പം മറ്റു കോളേജിലെ വിദ്യാർത്ഥികളും പരിപാടിക്ക് എത്തിയെന്നായിരുന്നു വിവരം. കേരളത്തിലെ ഒരു സർവകലാശാലയിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ ആദ്യ ദുരന്തമാണ് ക്യുസാറ്റിൽ സംഭവിച്ചത്.